ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൺഫ്ലവറിൻ്റെ മോഡലിലുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. മുട്ടയൊന്നും വേണ്ട എഗ്ഗ്ലെസ് കേക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എഗ്ഗ്ലെസ് കേക്ക്. അപ്പോൾ നമ്മളിന്ന് എഗ്ഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ടും പറ്റും. നമ്മുടെ ഗീവ് അവേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും തുടർന്ന് കാണുന്ന എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നെങ്കിലും മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ പാമോയിലിനോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പാമോയിലിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിൽ മതി. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുക. പിന്നെ നമ്മൾ തണുപ്പില്ലാത്ത 1 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുക. തണുത്ത പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ച് ആ ഒരു തണുപ്പൊന്ന് വിടിച്ചെടുക്കുക. ഒരുപാട് നേരിട്ട് ചൂടാക്കാൻ പാടില്ല. ചൂടായിട്ട് വരിക ചെയ്യരുത് പാൽ കേട്ടോ. എന്നിട്ട് ഇത് ഇത്രയും കൂടിയിട്ട് ജസ്റ്റ് ഞാൻ ഈ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യുക. ഒരുപാട് നേരിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഒരേ ഡയറക്ഷനിൽ വേണം നമ്മളിത് കറക്കി മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഞാനൊരു അരിപ്പയിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഏതെങ്കിലും മെഷർമെൻറ്റ് ഗ്ലാസ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദ ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്. പിന്നെ നമുക്കൊരു നുള്ള് ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടെ നമുക്കിത് അരിച്ച് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു മിക്സ് ചെയ്തില്ല ആ ഡയറക്ഷനിലോട്ട് തന്നെ മെല്ലെ മിക്സ് ചെയ്യുക. മെല്ലെ എന്ന് വെച്ചാൽ വളരെ പയ്യെ മിക്സ് ചെയ്ത് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത ഒരു രീതിയിലാക്കി എടുക്കുക. ഓവറായിട്ട് മിക്സ് ആയാൽ കേക്ക് ബാറ്റർ നന്നായിട്ട് വരില്ല. ഫുൾ എയർ ബബിൾസും എന്താ പറയുക മൊത്തത്തിൽ കൊളായിട്ട് പോകും. ഞാൻ പറഞ്ഞ മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ പിന്നെ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. ഒരു 165 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റോളം ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടിപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാ കേക്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. നന്നായിട്ട് കേക്ക് വെന്ത് വരികയും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 40-45 മിനിറ്റ് വേണ്ടി വരും എഗ്ഗ്ലെസ് ആയതുകൊണ്ട്. അപ്പോൾ അത്രയും സമയം എടുത്തിട്ട് തന്നെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇതൊരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കണം. ഞാനൊരു ബൗളിലേക്ക് 1.25 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വിസ്ക് ഈ ബൗളൊക്കെ നല്ല ഡ്രൈ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ക്രീം വിപ്പായിട്ട് വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചത് കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്താൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഒരല്പം ക്രീം നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഗ്രീൻ കളർ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി ക്രീമിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ലിക്വിഡായിട്ടുള്ള കളർ ചേർക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ഈ കളർ ചേർക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം ലൂസായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു ലിക്വിഡ് കളർ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ജെൽ കളറാണ് ഏറ്റവും പെർഫെക്റ്റ്. അപ്പോൾ അതില്ലാത്തവർക്ക് ഇനി ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ കേക്കൊക്കെ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കേക്ക് ഈ ടിന്നിൽ നിന്നും പുറത്തെടുക്കാം. പുറത്തെടുത്തതിന് ശേഷം നമുക്കൊരു 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുക. എന്നിട്ടൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചെറിയ ചൂട് തട്ടിയാൽ മതി, നമ്മുടെ ക്രീം ലൂസായിട്ട് പോവും. അതുകൊണ്ട് ക്രീമും കേക്കും വെവ്വേറെ ആയി പോവും. അതുകൊണ്ട് കറക്റ്റ് എല്ലാം അതായത് കറക്റ്റ് ചൂട് എല്ലാം പോയതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ അതേ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഒരു കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രീം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഈ ഒരു രീതിയിൽ ക്രീം വെച്ചാൽ മതി. ഇതാവുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ക്രീമേ ഇതിൽ സ്പ്രെഡ് ആവത്തുള്ളൂ. ചിലവർക്ക് ഒരുപാട് ക്രീം ഇങ്ങനെ ഇരിക്കുന്ന
ഒട്ടും ഇഷ്ടമാവില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയാവും. വീണ്ടും സെക്കൻഡ് ലെയർ വെക്കുക. അങ്ങനെ മൊത്തം ലെയർ വെച്ച് നമുക്ക് ഈ ഒരു കേക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് നോസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫുൾ അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലവർ പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഏകദേശമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സൺഫ്ലവറിൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. എഗ്ഗ്ലെസ് ആയതുകൊണ്ട് തന്നെ മുട്ടയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.